ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് നന്ദി പറയാനാണ് ഇങ്ങനത്തെ ഒരു അവസരം ലഭിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റർ ആംഗിൾ നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്ററിന്റെ നീഡ്സിനെ നമുക്കൊരു 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം. ഇപ്പൊ ഷോർട്ട് ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എമർജൻസി ഫണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പൊ നിലവിൽ ഒരു യുദ്ധത്തിന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് കുറെ ആൾക്കാരെ ജോലി പോകും. അപ്പൊ ജോലി പോകുന്ന സമയത്ത് അവരുടെ എക്സ്പെൻസ് അതുപോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്സ്പെൻസ് കൂടാനാണ് ചാൻസ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഗ്യാസ് പോലെയുള്ള എല്ലാത്തിന്റെയും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എക്സ്പെൻസ് കൂടും. അപ്പൊ എമർജൻസി ഫണ്ട് ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ടേം ഇൻഷുറൻസ്. കാരണം ഞാൻ പറഞ്ഞ ഒരു വ്യക്തി എന്റെ കുടുംബത്തിന്റെ ഇൻകത്തിന്റെ സോഴ്സ്, എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഫാമിലിയെ ഫിനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യുക എന്നത് എന്റെ ഒരു ഉത്തരവാദിത്വം. അപ്പൊ ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടാകുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ വന്ന ഒരു ക്ലയന്റ്, ആ ഒരു മാഡം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന് ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു. ഏകദേശം 2 വർഷം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ 2 വർഷം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഏകദേശം 1.5 കോടി രൂപയുടെ സേവിങ്സ് ആണ് ഈ ഒരു ഒറ്റ അസുഖം മൂലം ഇല്ലാതായി പോയത്. അതായത് ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞപ്പോഴും അവരുടെ സേവിങ്സ് എല്ലാം സീറോ. അപ്പൊ നമുക്ക് ഷോർട്ട് ടൈം വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എമർജൻസി ഫണ്ട് വേണം, രണ്ടാമത് ടൈം ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ്. ഈ അടുത്തൊരു സ്റ്റേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മീഡിയം ടൈം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, വീട് വാങ്ങുക, ഇപ്പൊ കാറ് വാങ്ങുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാരേജ്, ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെയാണ് മ്യൂച്വൽ ഫണ്ട് SIPs ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് ഈ പറഞ്ഞ ഗോളുകളെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആൻഡ് പാസീവ് ഇൻകം. ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്താണ് ഈ NPS പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രാധാന്യം വരുന്നത് ഈ ഒരു ലെവലിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. പക്ഷെ മാഡം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ SIPs എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവര് ലോങ് ടൈം കൊണ്ടുപോകാറില്ല. ഒരു മിക്കവരും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി അവരെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. പക്ഷെ NPS വരുന്ന സമയത്ത് അവിടെ നമുക്ക് 15 ഇയർ, ഇപ്പൊ 15 വർഷം, ആ 15 വർഷം ഈ കോമ്പൗണ്ട് അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കോമ്പൗണ്ട് ചെയ്യാനുള്ള ഒരു അവസരം ഈ NPSലൂടെ നമ്മൾ ഉറപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു NPS ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളെല്ലാ സ്റ്റാഫിനും നമ്മളിപ്പോ NPS മാൻഡറ്ററി ആക്കി, എല്ലാവർക്കും നമ്മൾ NPS നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം വേറൊന്നല്ല, പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുൻപ് പല SIPs പല കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ചെറിയൊരു അർജൻസി വരുമ്പോ തന്നെ ഇത് ലിക്വിഡേറ്റ് ചെയ്യണം, ആ ലോങ് ടൈം ഗോളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 15 വർഷം, ഇപ്പൊ സാറ് പറഞ്ഞു, സാറ് ഇപ്പൊ ഏകദേശം ഇത്ര നാളെ കൊണ്ട് തുടങ്ങിയ ആ ഒരു NPS അക്കൗണ്ടിൽ ഇപ്പൊ ഏകദേശം 60 ലക്ഷം രൂപ ഉണ്ടെന്ന്. അത് ആ ടൈം കൊടുത്തത് മാത്രമാണ് അത് വളരാൻ അതുപോലെ വളരാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ലോങ് ടൈം വെൽത്ത് ക്രിയേഷനിൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച റിട്ടയർമെന്റ് അല്ലെങ്കിൽ പാസീവ് ഇൻകം പോലെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് NPS എന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ നിലവിൽ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് ഈ NPS എന്നത്.